നവാഗതർക്ക് സ്വാഗതം. അതെ, ഇന്നുള്ളത് പ്രവേശനോത്സവത്തിന് പിലാത്രയ്ക്ക് അടുത്തുള്ള വിളയാങ്കോട് LP സ്കൂളിലാണ്. അപ്പം അതിന്റെ വിശേഷങ്ങൾ തേടിയിട്ടാണ് pilathra.com വരുന്നത്. നമുക്കറിയാം, ഏറെ സന്തോഷത്തിലുള്ള ആ നിമിഷത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, 184 വിദ്യാർത്ഥികൾ, 184 കുരുന്നുകളാണ് ഒന്നാം വർഷത്തിലേക്ക് നമ്മുടെ ഈ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഓർമ്മക്ക് സാക്ഷിയാവുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മുൻ MLA പഠിച്ചൊരു സ്കൂൾ അല്ലേ, അവിടെ 184 വിദ്യാർത്ഥികൾ അല്ലെ ഒന്നാം തരത്തിലേക്ക് വരികയാണ്. MLA ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നമുക്ക് പ്രവേശനോത്സവം? അന്ന് പ്രവേശനോത്സവമൊന്നുമില്ല, മാത്രമല്ല ഈ ഒരു അന്തരീക്ഷമില്ല. രക്ഷകർത്താക്കള് വളരെ അപൂർവമായിട്ട് മാത്രമേ വരൂ. ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൈ പിടിച്ചിട്ടാണോ, ചേച്ചി നാളിൽ ഞാൻ വിശലമായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അന്ന് ഇന്നത്തെ വർണ്ണത്തിലേക്കും അങ്ങനെയില്ല. അതൊക്കെ വന്നിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടു. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും. മാത്രമല്ല ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മക്കളെ പഠിപ്പിച്ചാൽ നാളെ അതിന്റെ പേരിൽ ഒരിക്കലും രക്ഷകർത്താക്കൾ ദുഃഖിക്കേണ്ടി വരില്ല. അതാണ് ഈ വിദ്യാലയം നൽകുന്ന ഒരു ഗ്യാരണ്ടി. അതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു LP സ്കൂൾ ഇത്രയും കുട്ടികളുള്ള മറ്റൊരു വിദ്യാലയം വേറെ കൂടുതൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ എടുത്ത ഒന്നാം സ്ഥാനത്തായിരിക്കും. അത് ഈ വിദ്യാലയത്തിൽ ഉറപ്പു നൽകുന്ന ഒരു അക്കാദമിക് നിലവാരം. മാത്രമല്ല ഒരു LP സ്കൂൾ എന്ന് പറയുന്നത് എല്ലാ അന്തരീക്ഷവും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ദൂരത്ത് ഒരു കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷാകർത്താക്കൾ തയ്യാറാകുന്നു. മാത്രമല്ല ഒരു പൊതുവിദ്യാലയത്തിൽ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്ന റെക്കമെൻഡേഷന് വേണ്ടി രക്ഷാകർത്താക്കൾ VIP-കളെ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് വരുന്ന ഒരു വിദ്യാലയം കൂടിയാണ്. അങ്ങനെ പ്രത്യേകത കൂടിയാണ്. അതിന്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് നമ്മുടെ മുൻ MLA എന്ന് പറയുന്നത്. യാതൊരു സംശയം എന്ന് പഠിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവില്ലേ, ഇല്ലേ? ആ കഴിവ് തേച്ച് മിനുക്കി എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഇടം ഏതാണ്? ഏതാ? സ്കൂള്. ഏതാണ് സ്കൂള്? നിലക്കനുസരിച്ച് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യമുള്ള വിദ്യാലയമാണ് നമ്മുടെ ഏത് വിദ്യാലയം? സെന്റ് മേരീസ് LP സ്കൂൾ വിളയാങ്കോട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഞാൻ സെന്റ് തോമസ് LPS മങ്കരയിലായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കണ്ണൂർ ചപ്പാരത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ അവിടെ പറയാനുള്ള നല്ല ഇതുണ്ട്. നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന സ്കൂളായിരുന്നു. അവരുടെ ജനപ്രതിനിധിയായി തീരുക, അതുപോലെ തന്നെ നിയമസഭ അംഗമായി തീരുക, അതൊക്കെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എനിക്ക് വലിയ അഭിമാനമുണ്ട് ഈ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസായി സ്ഥാനമെടുക്കുമ്പോൾ ഇവിടെ നല്ല മിടുക്കരായ അധ്യാപകരുണ്ട്, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളുണ്ട്. നമുക്കറിയാം, ഈ സ്കൂളിൽ 700-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കൂടി നമുക്ക് കാണാം. പ്രേക്ഷകരാണല്ലോ അല്ലെ? അപ്പൊ എന്താണ് ഇന്നത്തെ സന്തോഷം? എന്താണ് സന്തോഷം? കുഞ്ഞുമക്കൾ എല്ലാരും കൂടെ വന്ന് സ്കൂളിൽ ചേരാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. അവരുടെ ആ കളിയും ചിരിയും ഒക്കെ വീണ്ടും കാണാനുള്ളൊരു കുറെ കാലത്തിന് ശേഷമുള്ളൊരു ഒത്തുകൂടലൊക്കെ പോലെ തന്നെയാണ്. പഴയ സഹപാഠികളുണ്ട്, നാട്ടുകാരുണ്ട്, ടീച്ചർമാര്. ഒരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണോ? അതെ അതെ. ആണല്ലേ? ഏത് വർഷമാണ് ഓർക്കാൻ പറ്റുമോ? 93 ആണെന്ന് തോന്നുന്നു. ആണല്ലേ? ഏകദേശം 93 കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞ് ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണ് ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ? മോൾ ഇഷ്ടമാണോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഇനി എപ്പോൾ സ്കൂളിലേക്ക് വരുക? നാളെ വരുമോ അല്ലേ? പക്ഷേ 3.5 വയസ്സ്. അതെ, 3.5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഏതായാലും ഏട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാം. പഴയകാലം നമുക്കറിയാം, നമ്മളൊക്കെ നിലവിളിയും കരച്ചിലൊക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് അടക്കെങ്കിൽ ഇന്ന് ഒരു കുട്ടി പോലും കരയാതെ നിലവിളിക്കാതെയുള്ള ദൃശ്യങ്ങളാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. വളയാപ്പള്ളി LP സ്കൂൾ എന്ന് പറയുന്നത് പിന്നീടാണ് സെന്റ് മേരീസ് തന്നെ ആദ്യം മാറ്റിയത്. അന്ന് LP സ്കൂൾ. ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് കടന്നപ്പള്ളി കാണപ്പുഴ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ വാർഡ് മെമ്പറും കൂടിയായ ശ്രീ TV മോഹനാണ്. നിരുത്സാഹപ്പെടുത്തും സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ വേദിക സ്കൂൾ ഇഷ്ടായോ? ഇഷ്ടായല്ലേ? വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ പ്രവേശനോത്സവത്തെ സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റും. 2026-27 വർഷത്തെ ഈ പ്രവേശനോത്സവവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഈ കൊച്ചുമണിക്ക് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് വന്നതിന് നന്ദി എന്നാണ് നമ്മൾ പറഞ്ഞത്. നന്ദി ആരോടും പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടും വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ പഠിച്ചു വന്ന ആൾക്കാരാണ്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തെ കാഴ്ചകളോട് താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ പായസം കൊടുത്തുള്ള പിരികയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി.